ആണവ കരാറുമായി ബന്ധപ്പെട്ട് യുഎസും ഇറാനും ഒമാനിൽ ചർച്ച നടത്തിയിരുന്നു. അമേരിക്ക നേരിട്ടുള്ള ചർച്ചകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇറാൻ പരോക്ഷ ചർച്ചകൾക്ക് സമ്മതിച്ചിട്ടുണ്ട്. ചർച്ചകളിൽ ഒരു കരാറിലെത്തിയില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഇതിനകം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നം വളരെ കാലമായി തുടരുന്നതാണ്. അമേരിക്കയുടെ ഭീഷണിയെ തുടർന്ന് ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ തീരുമാനിച്ചു. എന്നാൽ അമേരിക്കയ്ക്ക് ഇത് വേണ്ട. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിച്ചാൽ അത് അമേരിക്കയ്ക്കൊരു പ്രശ്നമായി മാറും. കൂടാതെ മധ്യപൂർവ്വ ദേശത്തെ യുഎസ് സൈനിക താവളങ്ങളുടെയും ഇറാന്റെ അയൽരാജ്യവും യുഎസ് സഖ്യകക്ഷിയുമായ ഇസ്രയേലിന്റെയും സുരക്ഷയ്ക്ക് വലിയ രീതിയിലുള്ള ഭീഷണിയും ഉണ്ടാകും. തൽഫലമായി ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് നിർത്തണമെന്നാണ് ഡൊണാൾഡ് ട്രംപ് തുടർന്നും ആഹ്വാനം ചെയ്യുന്നത്. ട്രംപിന്റെ കർശന മുന്നറിയിപ്പ് തയ്യാറാക്കിയ യുഎസ് ടീം ആണവ പരിപാടിയിലൂടെ യുഎസ് ആണവായുധം നിർമ്മിക്കില്ലെന്ന് അമേരിക്കയുമായി ഒരു കരാറിലെത്തണമെന്നും ആവശ്യപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിക്ക് ഒരു കത്തെഴുതി. ഈ സാഹചര്യത്തിലാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ ഒമാനിൽ നടന്നത്. യുഎസിന്റെ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ആയിരുന്നു ചർച്ചകളിൽ പ്രധാനി. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും രാജ്യത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു. ഒമാനാണ് ചർച്ചകളിൽ മധ്യസ്ഥ വഹിച്ചത്. അമേരിക്കയുമായുള്ള ചർച്ചകൾ പരോക്ഷമായി മാത്രമേ നടക്കൂ എന്ന് ഇറാൻ അറിയിച്ചു. മറിച്ച് ഇറാനുമായി നേരിട്ട് ചർച്ച നടത്തുമെന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ അവകാശപ്പെടുന്നതുപോലെ പരോക്ഷ ചർച്ചകൾ എന്നതിനർത്ഥം അമേരിക്കൻ പ്രതിനിധികൾ ഒരു മുറിയിലും ഇറാനിയൻ പ്രതിനിധികൾ മറ്റൊരു മുറിയിലുമായിരിക്കും. ഒമാൻ വഴിയായിരിക്കും ഇരുവിഭാഗവും തമ്മിൽ വിവരങ്ങൾ കൈമാറുക. അതേസമയം അമേരിക്ക സംസാരിക്കുന്ന നേരിട്ടുള്ള ചർച്ചകൾ ഒരു വശത്ത് യുഎസ് പ്രതിനിധികളും മറുവശത്ത് ഇറാനിയൻ പ്രതിനിധികളും ഒരേ മേശയിൽ ഉണ്ടായിരിക്കുമെന്നാണ് അർത്ഥമാക്കുന്നത്. ഇരുവരും നേരിട്ട് ഇക്കാര്യം ചർച്ച ചെയ്തു. എന്നാൽ ഇറാൻ പരോക്ഷ ചർച്ചകളാണ് ആഗ്രഹിക്കുന്നത്. അതേസമയം അമേരിക്ക നേരിട്ടുള്ള ചർച്ചകൾ ആഗ്രഹിക്കുന്നു. ഇതിന്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഒമാനിൽ ചർച്ച നടത്തിയത്. ഈ ചർച്ചകളെക്കുറിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ മാധ്യമങ്ങളോട് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതിലൂടെ അദ്ദേഹം ഇറാനെ പരസ്യമായി ഭീഷണിപ്പെടുത്തി. ഇത് സംബന്ധിച്ച് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, ഇറാന്റെ കൈവശം നിലവിൽ ആണവായുധങ്ങൾ ഇല്ലെന്നായിരുന്നു. അമേരിക്ക ഇറാനുമായി നേരിട്ട് സംസാരിക്കാൻ പോകുകയാണെന്നും ഈ ചർച്ച വിജയിക്കണമെന്നും അല്ലെങ്കിൽ ഇറാന് വളരെ മോശം ദിവസമായിരിക്കും ഉണ്ടാകാൻ പോകുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാനുമായി ഒരു കരാറിൽ ഏർപ്പെടാൻ കഴിയുമോ, അതോ എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമോ? എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം, ട്രംപ് പറഞ്ഞു. പുടിന്റെ പുതിയ കരാറിൽ അമേരിക്ക പതറിക്കിടക്കുന്നതിനാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒമാനിലെ ചർച്ച വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അമേരിക്കയുമായുള്ള ആണവോർജ്ജ കരാർ നടപ്പിലാക്കിയില്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാകും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ നേരിട്ട് ആക്രമിച്ചേക്കാം. നമുക്ക് ഇറാനിൽ ബോംബ് വയ്ക്കാം. ഇതിന് മറുപടിയായി മിഡിൽ ഈസ്റ്റിലെ ഇറാന് ചുറ്റുമുള്ള സൈനിക താവളങ്ങളിൽ അമേരിക്ക 50,000 സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ബോംബിങ്ങിന് പേരുകേട്ട B-2 ബോംബേഴ്സ് എന്നറിയപ്പെടുന്ന യുദ്ധവിമാനങ്ങളും അമേരിക്ക ഒരുക്കിയിട്ടുണ്ട്. ഇതിന്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഒമാനിൽ നടന്ന യുഎസ് ഇറാൻ ചർച്ചകൾ വളരെയധികം ശ്രദ്ധ നേടിയത്. അതേസമയം ആണവ വിഷയത്തിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം തുടരുന്ന സാഹചര്യത്തിലും അമേരിക്കയ്ക്ക് വേണ്ടി റഷ്യയുമായി ചർച്ച നടത്താനെത്തിയ വിറ്റ്കോഫ് ഇറാൻ വിദേശകാര്യമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തി. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിനടുത്താണെന്നും അതിനാൽ ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്നും അമേരിക്ക നിരന്തരം പറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ യോഗം വളരെ പ്രധാനപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നതും. ഇറാൻ സ്വന്തം ആവശ്യങ്ങൾക്കായി യുറേനിയം സമ്പുഷ്ടമാക്കുന്നു. ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് യുറേനിയം. അതേസമയം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ഇത് ഉപയോഗിക്കാം. ഇറാൻ സ്വന്തം വൈദ്യുതി ആവശ്യങ്ങൾക്കായി യുറേനിയം സമ്പുഷ്ടമാക്കാൻ തുടങ്ങി. ഇതിനുള്ള മാനദണ്ഡം നിശ്ചയിച്ചത് അമേരിക്കയാണ്. 2015 ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച കരാർ പ്രകാരം യുറേനിയം 3.67% മാത്രമേ സമ്പുഷ്ടമാക്കാവൂ. എന്നാൽ ഇറാൻ ഈ കരാർ ലംഘിച്ച് യുറേനിയം 60% സമ്പുഷ്ടമാക്കിയിരിക്കുന്നു. യുറേനിയം 90% സമ്പുഷ്ടമാക്കിയാൽ അത് ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കാം. 90%-നും 60%-നും ഇടയിൽ 30% മാത്രമുള്ളപ്പോൾ നമ്മൾ എന്തിനു ഭയപ്പെടണം? കാര്യമെന്തെന്നാൽ യുറേനിയം 20% സമ്പുഷ്ടമാക്കിയാൽ അത് 90% എത്താൻ അധികം സമയമോ അസംസ്കൃത വസ്തുക്കളോ ആവശ്യമില്ല. അതുകൊണ്ടാണ് അമേരിക്ക ഭയപ്പെടുന്നത്. ഇറാന്റെ പെരുമാറ്റത്തിന് അമേരിക്കയാണ് ഉത്തരവാദി. അതായത് 2018-ലും ട്രംപ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹം ആണവ കരാറിൽ നിന്ന് അമേരിക്കയെ പിൻവലിച്ചു. അതിനാൽ പ്രതികരണമായി ഇറാൻ അവരുടെ സമ്പുഷ്ടീകരണം വർദ്ധിപ്പിച്ചു. അതുമാത്രമല്ല, വൈദ്യശാസ്ത്ര രംഗത്തും യുറേനിയത്തിന് നിരവധി ഉപയോഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് യുറേനിയത്തിൽ നിന്നാണ് ചിലതരം ഐസോട്ടോപ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ടെക്നീഷ്യം 99M ശരീര അവയവ സ്കാനുകൾ, ക്യാൻസർ കണ്ടെത്തൽ, രോഗനിർണയം, തൈറോയ്ഡ് ചികിത്സയും ക്യാൻസറും, ചികിത്സ ഫ്ലൂറിൻ 18 PET സ്കാനുകളിൽ ഉപയോഗിക്കുക, രോഗനിർണയം ലൂട്ടീഷ്യം 177. ആഴത്തിലുള്ള ക്യാൻസറുകൾക്കുള്ള ചികിത്സ സ്വീകരിക്കാൻ വിസമ്മതിച്ച അമേരിക്ക ഇറാനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് യുഎസ് അംബാസിഡർ വിറ്റ്കോഫ് റഷ്യയുമായും ചർച്ച നടത്തിയത്. നേരത്തെ സൂചിപ്പിച്ച പോലെ വിറ്റ്കോഫ് ഇറാൻ വിദേശകാര്യമന്ത്രിയുമായും സംസാരിച്ചു. അതുകൊണ്ടുതന്നെ ഇറാൻ പ്രശ്നത്തിന് സുഗമമായ പരിഹാരം കണ്ടെത്തുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്.